ഒരാളെ കേൾക്കുക അല്ലെങ്കിൽ ഒരാളെ പരിഗണിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വാസ്തവത്തിൽ നമുക്ക് ആരുടെയെങ്കിലും ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കില്ല. മനുഷ്യരെല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവർക്കും അവരവരുടെ സുഖദുഃഖങ്ങൾ മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരെ കേൾക്കാനോ പരിഗണിക്കാനോ ഉള്ള മനസ്സ് നമ്മൾ മനുഷ്യർക്ക് പൊതുവേ കുറവാണ്. പക്ഷേ ആരൊക്കെ അവഗണിച്ചാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ പരിഗണിക്കാൻ തയ്യാറായി ഒരാൾ കാത്തിരിപ്പുണ്ട്. സാക്ഷാൽ ഈശ്വരൻ. ഈശ്വരൻ ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ ആയിക്കോട്ടെ, ആത്യന്തികമായി നമ്മളെ കേൾക്കുവാൻ, നമ്മളെ പരിഗണിക്കുവാൻ ആ ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ, പ്രത്യേകിച്ച് അമ്മമാർ, ഇത്രയധികം ഗുരുവായൂരപ്പനെ വിളിക്കുന്നതെന്ന് അറിയാമോ? കാരണം അത്രയധികം എളുപ്പമാണ് ഭഗവാനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കനുസരിച്ച് ഭഗവാൻ നമുക്ക് തിരിച്ച് അതിൻ്റെ റിപ്ലൈയും തരും. വ്യാസൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഭഗവാൻ ആ 4 കൈയുള്ള മഹാവിഷ്ണുവായിട്ടോ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനുമായിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. പല രൂപത്തിലും പല ഭാവത്തിലും പല ചിന്തകളിലും നമ്മൾക്ക് മറുപടിയായി ഭഗവാൻ നമ്മളുടെ ഒപ്പം ഉണ്ടാകും. ഭഗവാനെ മുറുകെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ സദാ സ്മരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, എവിടെയൊക്കെ നിങ്ങൾ അവഗണിക്കപ്പെട്ടാലും ഭഗവാൻ നിങ്ങളെ അവഗണിക്കില്ല. സദാ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മളുടെ പ്രിയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. കാരണം ഭഗവാൻ എന്താ നടത്തി തരിക? നമുക്ക് ഹിതമായിട്ടുള്ളതേ നടത്തി തരുള്ളൂ. അതാണ് ഗുരുവായൂരപ്പൻ. ഒരമ്മയുടെ മനസ്സ് വേദനിക്കുന്നത് കാണുവാനായിട്ട് ഭഗവാന് സാധിക്കില്ല. ആ തിരുനടയിൽ ചെന്ന് വിളിച്ചാൽ ശ്രീലകത്തുനിന്ന് ഉണ്ണി ഇറങ്ങി ഓടി വരും. അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞ മനസ്സാണ് ഭഗവാന്റേത്. അതുപോലെ തന്നെ കുട്ടികൾ വിഷമിക്കുന്നതും ഭഗവാന് തീരെ ഇഷ്ടമല്ല. കുട്ടികളോടൊപ്പം ഭഗവാനും കുട്ടിയായി കൂടുമെന്നാണ് ഗുരുവായൂരെ പല അനുഭവങ്ങളും ലീലകളും വ്യക്തമാക്കുന്നത്. ഭഗവാനോട് സംസാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് വെറുതെ സംസാരിക്കുകയല്ല, നമ്മൾ പറയുന്നതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊരു അനുഭൂതി നമ്മൾക്കുണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെയും ഭഗവാനോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നോർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട. നമ്മളെ കേൾക്കുവാൻ എല്ലായ്പ്പോഴും ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.